എൻ്റെ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരു മൂന്നോ പേരൊക്കെ എനിക്ക് കമൻ്റ് അയച്ചിട്ടുള്ളൂ. അത് ഹായ് ഒക്കെ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഒരാൾ മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് എന്തെങ്കിലും തിരക്കുന്നത്. അപ്പം എനിക്ക് ചില സമയത്ത് ആ കമൻറ്റ് കിട്ടാറില്ല. കിട്ടുമ്പോൾ ഞാൻ എന്തായാലും എല്ലാത്തിനും ഏകദേശം ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു സമയമെടുത്ത് ഒരു വീഡിയോ ചെയ്ത് ഇടുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കിയാണ് അത് കേൾക്കുന്നത്. അപ്പം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നിയിട്ടാണല്ലോ ഒരു കമൻ്റായിട്ട് ഇടുന്നത്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് കഴിയുന്നിടത്തോളം ഒരു പ്രാവശ്യമെങ്കിലും അതിനൊരു മറുപടി തന്നില്ലെങ്കിൽ അതൊരിക്കലും ഒരു ശരിയായ കാര്യമല്ല അല്ലേ. അപ്പം ലക്ഷക്കണക്കിന് കമൻറ്റുകളൊന്നും വരുന്നില്ല. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പറ്റുന്നതാണ് നമ്മൾ ചെയ്യുക. അപ്പം ഞാനത് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതായത് നമ്മളോടൊരാൾ ചോദിച്ചാൽ അതിനൊരു മറുപടി കൊടുക്കണം എന്ന ഒരു മനസ്സെനിക്കുണ്ട്. അപ്പം എനിക്കത് ശല്യമൊന്നുമല്ല. അപ്പം കഴിഞ്ഞ ഒരു കമൻ്റ് ഇങ്ങനെ കണ്ട് ശല്യമായോ എന്നുള്ളത്. എനിക്കങ്ങനെ ശല്യമൊന്നുമില്ല. ശല്യം എന്ന് പറയുന്നത് എന്താണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മളിപ്പം കുറേ പേര് ചിന്തിക്കുന്ന രീതിയുണ്ട്. ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മളിങ്ങനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആളുണ്ടെങ്കിൽ ആ ആളുകളുടെ മനസ്സുകൾ വ്യത്യസ്തമാണല്ലോ. ഞാൻ പോസിറ്റീവായിട്ട് പറയുന്ന പല കാര്യങ്ങളും ചിലപ്പം നെഗറ്റീവായിട്ട് എടുക്കുന്ന ആളുകൾ കാണും. ഈ കൊച്ചിന് ഒരു ജോലിയില്ലേ എന്ന് ചിന്തിക്കുന്നവർ കാണും. ഇല്ലെങ്കിൽ അതിനപ്പുറത്തും മോശമായി ചിന്തിക്കുന്നവർ കാണും. അത് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ പ്രത്യേകതയാണ്. ഇവരെ ആരെയും നന്നാക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് എൻ്റെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് തുടങ്ങിയത്. അപ്പം എന്നോട് ഇങ്ങോട്ട് എങ്ങനെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടോ അതുപോലെ തന്നെ തിരിച്ചും ഞാനും നന്നായിട്ട് തന്നെ നിങ്ങളോട് പെരുമാറും. ഓക്കെ, എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. എനിക്ക് എന്നോട് ഒരു ഇഷ്ടം തോന്നിയിട്ട് അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നിയിട്ടാണല്ലോ ഒരു കമൻറ്റ് നമുക്ക് അയക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനതിന് മറുപടി തന്നിരിക്കും. എനിക്ക് കഴിയാവുന്നിടത്തോളം കാലം. അതിൽ വേറെ ഒന്നുമില്ല. കാരണം ഒരാളെ കേൾക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ചില സമയത്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് പലർക്കും തോന്നാറുണ്ട്. അങ്ങനെ കേൾക്കാൻ ഒരാൾ ആവശ്യത്തിനനുസരിച്ച് ഇല്ലാതെ വരുമ്പോൾ അത് മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ കേൾക്കാൻ തയ്യാറാണ്. എന്നെയും കേൾക്കാൻ തയ്യാറുള്ളവർക്ക് വീണ്ടും കമൻറ്റുകൾ അയക്കാം. മാക്സിമം ഞാൻ അതിന് റിപ്ലൈ തന്നിരിക്കും. നിങ്ങളാരും എന്നെ ശല്യം ചെയ്യാനല്ലല്ലോ ഉദ്ദേശിക്കുന്നത്, നല്ല കാര്യത്തോടു കൂടിയല്ലേ. പിന്നെ ശല്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതപ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്നും ഞാൻ ചിന്തിക്കും. അപ്പോൾ ഇതുവരെ എനിക്ക് ആരും ഒരു ശല്യമില്ല കേട്ടോ. ഓക്കെ.